വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ITAയിൽ പഠിക്കുന്ന 1 ഇയർ ട്രെയിനികൾക്കും 2 ഇയർ ട്രെയിനികൾക്കും ആദ്യ വർഷത്തിൽ പഠിക്കാനുള്ള ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഏതാനും ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ബേസിക് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, we are going through the contents. Concept of atom, source of electricity, effect of electricity, classification of electric current, basic electrical terms എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റുകൾ. ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ആറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കൺസെപ്റ്റ് ഓഫ് ആൻ ആറ്റം. നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് കോടാനുകോടി ആറ്റങ്ങൾ ചേർന്നാണ്. ഒരാറ്റത്തെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ആറ്റം? ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മോളിക്യൂൾ? മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ. ആറ്റം കൺസിസ്റ്റ് ഓഫ് എ ന്യൂക്ലിയസ്. അതായത് ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കറിയാം, ആറ്റത്തിൻ്റെ സെൻറ്റർ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കാറ്. ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങിയിട്ടുണ്ട്. Electrons revolving around the nucleus in a circular path is called orbit or shell. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആറ്റത്തിൻ്റെ സെൻറ്റർ പാർട്ട് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു വലയത്തിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, സർക്കുലാർ പാത്തിൽ. ആ സർക്കുലാർ പാത്തിനെയാണ് ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. Now, number of electrons in the valence shell decides the electrical property of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നത് അതിലെ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പറാണ്. ചിത്രത്തിൽ നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കും, സെൻറ്റർ പാർട്ടായിട്ട് കാണുന്നതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന സർക്കുലാർ പാത്താണ് ഓർബിറ്റ്. ആ സർക്കുലാർ പാത്തിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് പറയും. ഈ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഇവയുടെ ചാർജുകൾ നോക്കാം. പ്രോട്ടോൺ. പ്രോട്ടോൺ ഈസ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ആൻഡ് ദ ചാർജ് ഈസ് പ്ലസ് 1.6 × 10⁻⁻19 കൂളോം. Now, electrons. Electrons are the negatively charged particle. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ആൻഡ് ദ ചാർജ് ഈസ് -1.6 × 10⁻⁻19 കൂളോം. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജുകൾ തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് കൂളോം? കൂളോം ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ന്യൂട്രോൺ. നോ ചാർജ്. ദാറ്റ് ഈസ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഈ ചാർജർ പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ ആണ് ആക്ച്വലി ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ചാർജർ പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ കറൻറ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇനി നമ്മൾ പറയുന്നത്
സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ബാറ്ററി. It stores electrical energy in the form of chemical energy. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടാണ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാറ്. ആക്ച്വലി ബാറ്ററിയെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. വാഹനങ്ങളിൽ മറ്റുമാണ് ബാറ്ററികൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. സോ ബാറ്ററി ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളിലും ഓട്ടോമൊബൈൽസിലുമാണ് ബാറ്ററി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വിവിധ തരം ബാറ്ററികളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ജനറേറ്റർ. ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു സോഴ്സാണ് ജനറേറ്റർ. ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ജനറേറ്റർ. ഒന്നുകൂടി പറയാം. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ജനറേറ്റർ. ഇനി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ എ കണ്ടക്ടർ റൊട്ടേറ്റ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് യൂസിംഗ് പ്രൈം മൂവർ ആൻ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ്. ചിത്രത്തിലൊരു AC ജനറേറ്ററാണ് തന്നിരിക്കുന്നത്. ഈ പിക്ചർ വെച്ച് അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കാന്തിക ധ്രുവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഈ ധ്രുവങ്ങൾക്കിടയിൽ ഒരു ആർമേച്ചർ കാണാം. ഈ ആർമേച്ചർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ടൈപ്പാണ്. അതായത് ഈ ആർമേച്ചർ ഇതിനുള്ളിൽ കിടന്ന് കറങ്ങും. ഈ ആർമേച്ചർ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ കാണാം. കൂടാതെ രണ്ട് കാർബൺ ബ്രഷുകളും കാണാം. ഈ ബ്രഷുമായി ഗാൽവനോമീറ്റർ, ബൾബ് ഏതുമായി കണക്ട് ചെയ്യാം. നമ്മൾ അമ്മീറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെ ആർമേച്ചറുണ്ട്, അത് റൊട്ടേറ്റിംഗ് ടൈപ്പാണെന്ന്. ഇവിടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാവുകയും അതുമൂലം അവിടെ ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ EMFനെ സ്ലിപ്പ് റിങ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള ബ്രഷ് കറണ്ട് ആക്കി മാറ്റുന്നു. ഇതാണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ്. അടുത്തത് തെർമോകപ്പിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷർ ഹൈ ടെമ്പറേച്ചർ ഇൻ ഹൈ ഫർണസ്. ഫർണസിലൊക്കെ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ തെർമോകപ്പിൾ യൂസ് ചെയ്യാറ്. തെർമോകപ്പിളിൽ എങ്ങനെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. ഇഫ് ടു ഡിസിമിലർ പീസ് ഓഫ് മെറ്റൽസ് ആർ ട്വിസ്റ്റഡ് ടുഗെദർ and it's joined and heated in a flame, then a potential difference or voltage will be induced across the ends of the wires. അതായത് രണ്ട് ഡിസിമിലർ പീസ് ഓഫ് മെറ്റലിനെ പരസ്പരം കണക്ട് ചെയ്ത് ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വയേഴ്സിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസോ വോൾട്ടേജോ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലോട്ട് നോക്കാം. ഇവിടെ രണ്ട് ഡിസിമിലർ മെറ്റൽസ്, അതായത് വയർ ടൈപ്പ് എ, വയർ ടൈപ്പ് ബി എന്നറിയപ്പെടുന്ന രണ്ട് ഡിസിമിലർ മെറ്റൽസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് വയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് കാണാം. അവിടെയാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്.
ഇവിടെ കാൻഡിൽ വെച്ചാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. ആ ജംഗ്ഷനെ നമ്മൾ ഹോട്ട് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. മെഷറിംഗ് ജംഗ്ഷൻ അഥവാ ഹോട്ട് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഹോട്ട് ജംഗ്ഷനിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ഡിസിമിലർ മെറ്റൽസ് ക്യാരി ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കാരണം ആ വയേഴ്സിന് എക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് തെർമോകപ്പിളിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു തെർമോകപ്പിൾ ഈസ് യൂസ്ഡ് ടു മെഷർ വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫർണസസ്. ഫർണസസിലേക്ക് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോകപ്പിൾ ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ തെർമോകപ്പിൾ ഉപയോഗിച്ച് കാണുന്നത്. അടുത്തത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. ഫസ്റ്റ് വൺ, ഫിസിക്കൽ എഫക്റ്റ്. ഫിസിക്കൽ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ബോഡി ഈസ് എ ഗുഡ് കണ്ടക്ടർ. When the body touches the bare carrying conductor, current flows through the human body to earth and body gets severe shock or cause death in many cases. അതായത് ഹ്യൂമൻ ബോഡി ഒരു ഗുഡ് കണ്ടക്ടറാണ്. അതായത് കറണ്ടിനെ ഈസിയായി പാസ് ചെയ്യും. നമ്മൾ ഒരു ബെയർ കറണ്ട് വഹിക്കുന്ന കണ്ടക്ടറിൽ ടച്ച് ചെയ്താൽ ആ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്ത് എർത്തിൽ എത്തുകയും അതിൽ നിന്ന് നമുക്ക് ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമായേക്കാം. ഇതൊരു ഫിസിക്കൽ എഫക്റ്റാണ്. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് എഫക്റ്റ്. When an electric current passes through a coil, a magnetic field is produced around it. ഒരു കോയിൽ കൂടി ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. എക്സാമ്പിൾ ഇലക്ട്രോമാഗ്നറ്റ് മോട്ടോർ, ജനറേറ്റർ, ഇലക്ട്രിക് ബെൽ. നെക്സ്റ്റ് ഈസ് കെമിക്കൽ ഇഫക്റ്റ്. When an electric current passes through an electrolyte, chemical action takes place. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ ആക്ഷൻ സംഭവിക്കുന്നു അവിടെ. ഉദാഹരണമായിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് സെൽസ് ആൻഡ് ബാറ്ററി ചാർജിങ്. അടുത്തതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. When an electric current passes through any conductor, heat is produced in the conductor due to resistance. അതായത് ഏതെങ്കിലും ഒരു കണ്ടക്ടർ, അതായത് വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കാരണം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് അയൺ ബോക്സ്. അടുത്ത എഫക്റ്റാണ് ലേസർ റേ എഫക്റ്റ്. When a high frequency voltage is passed through a vacuum tube, a special type of ray come out. ഒരു വാക്യൂം ട്യൂബിലൂടെ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേ ഉണ്ടാവുന്നു. ഇതൊരു ലേസർ റേ എഫക്റ്റ് ആണ്. എക്സാമ്പിളാണ് എക്സ്റേ, ലേസർ റേ. നെക്സ്റ്റ് എഫക്റ്റ് ഈസ് ഗ്യാസ് എഫക്റ്റ്. When electron passes through a certain type of sealed glass contained gas, then it emits light rays. Example mercury vapor lamp, sodium vapor lamp. അതായത് ഒരു സീൽഡ് ഗ്ലാസ് ഷെല്ലിൽ ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഒരു സീൽഡ് ഗ്ലാസ് ഷെല്ലിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നു. ഉദാഹരണങ്ങളാണ് മെർക്കുറി വേപ്പർ ലാമ്പും സോഡിയം വേപ്പർ ലാമ്പും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രിസിറ്റിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്നും. ആദ്യം നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് cannot be transmitted from one place to another. അതായത്
ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ഇലക്ട്രിസിറ്റിയെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ ഒഴുക്കാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്തത്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എന്നാൽ അതിന് ഒഴുക്കില്ല. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ വളരെ വ്യക്തമാകും. നമ്മളൊരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുക്കുന്നു. ഒരു ക്ലോത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണത്തിൽ നന്നായി നമ്മൾ അത് പേപ്പറിൽ റബ്ബ് ചെയ്തിട്ട് നന്നായി ഒരു ചെറിയ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പീസ് കൊണ്ടോ അത് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് എക്സാമ്പിൾ. അടുത്തത് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇലക്ട്രിസിറ്റിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയെയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിസിറ്റിയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ഫ്രം ബാറ്ററി, സെൽസ്, ജനറേറ്റർ, ആൾട്ടർനേറ്റർ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഇലക്ട്രിക് കറണ്ട് രണ്ട് ടൈപ്പാണുള്ളത്. ഡയറക്റ്റ് കറണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് കറണ്ടിനെ നമ്മൾ DC കറണ്ട് എന്ന് പറയാം. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ AC കറണ്ട് എന്ന് പറയാം. ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാരാ വൈദ്യുതി. ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഡസ് നോട്ട് ചേഞ്ച്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റ് കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യില്ല. എന്നാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് വിൽ ബി ചേഞ്ചിങ് അറ്റ് ഡെഫിനിറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഡെഫിനിറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്, അഥവാ AC കറണ്ട്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ് ഡയറക്റ്റ് കറണ്ട്, DC കറണ്ട്. അതായത് അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. അതിനെ യൂണി ഡയറക്ഷണൽ എന്ന് പറയാം. ബട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ബൈ ഡയറക്ഷണലാണ്. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവ് ടു നെഗറ്റീവ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ബൈ ഡയറക്ഷണൽ. ഡയറക്റ്റ് കറണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സെല്ല്, ബാറ്ററി, DC ജനറേറ്റർ എന്നിവയാണ്. ഇതൊക്കെ ഡയറക്റ്റ് കറണ്ട് ഉണ്ടാകുന്നതിനുള്ള സോഴ്സസ് ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാകാനുള്ള സോഴ്സാണ് കറണ്ട് ഫ്രം ജനറേറ്റിംഗ് സ്റ്റേഷൻ. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, AC കറണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് AC കറണ്ടാണ്. അതൊക്കെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ആൻഡ് ദ ഫ്രീക്വൻസി, വാട്ട് അബൌട്ട് ദ ഫ്രീക്വൻസി? ഡയറക്റ്റ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി 0 ആണ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾ ഉണ്ടായി. അപ്പോൾ ഡയറക്റ്റ് കറണ്ടിന് ഫ്രീക്വൻസി ഇല്ല, അവിടെ സൈക്കിൾ ഇല്ല. ബട്ട് ഇൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നോർമൽ സപ്ലൈ ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. സാധാരണ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. നമ്മൾ വീട്ടിലൊക്കെ വരുന്ന ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് കറണ്ടിൻ്റെ. ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ടൈപ്പിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ടിൻ്റെ വേവ് ഫോം ഫിഗറാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ
കറണ്ട് ടൈമിനനുസരിച്ച് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ വരുന്നുണ്ട്. പോസിറ്റീവിലോട്ട് പോയി പിന്നെ നെഗറ്റീവിലോട്ട് വന്ന് പോസിറ്റീവിലോട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഡയറക്റ്റ് കറണ്ടിലോട്ട് നോക്കൂ, കോൺസ്റ്റൻ്റ് ആണ്. എൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അതിന് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഡയറക്ഷൻ ചേഞ്ച് ആവുകയും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവും. ബട്ട് ഡയറക്റ്റ് കറണ്ടിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവില്ല. അടുത്തത് ബേസിക് ഇലക്ട്രിക്കൽ ടേംസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. Current in any conductor is equal to quantity of electrical charge that flows across in any section of in 1 second. ഒരു കണ്ടക്ടറിലെ കറണ്ട് ഒരു സെക്ഷന് എക്രോസ് ആയിട്ട് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. അതായത് I × Q/T. I എന്നാൽ കറണ്ടും Q എന്നാൽ ചാർജും T എന്നാൽ ടൈമുമാകുന്നു. ഇതിൽ നിന്നും Q = I × T എന്ന് മനസ്സിലാക്കാം. ചാർജ് = കറണ്ട് × ടൈം. മുകളിൽ പറഞ്ഞിട്ടുള്ള I = Q/T എന്ന ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത നെക്സ്റ്റ് ഇക്വേഷനാണ് Q = I × T. മുകളിലെ ഇക്വേഷനിൽ നിന്ന് /Tയെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനായി മാറുന്നു. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളോം. ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബാണ്. യൂണിറ്റ് ഈസ് കൂളോം. ഇറ്റ് ഓൾസോ കോൾഡ് ആംബിയർ സെക്കൻഡ്. ഇതിനെ ആംബിയർ സെക്കൻഡ് എന്നും പറയും. അതായത് ഡിറൈവ് ചെയ്തെടുത്ത യൂണിറ്റാണ് ആംബിയർ സെക്കൻഡ്. Q = I × T ആണ്. ഐയുടെ യൂണിറ്റാണ് ആംബിയർ, ടിയുടെ യൂണിറ്റാണ് സെക്കൻഡ്. സോ I × T ആംബിയർ സെക്കൻഡ്. അതിനെ കൂളോം എന്ന് പറയും. അടുത്തത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയാം. മോട്ടീവ് എന്നാൽ പ്രേരിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് കോസസ് ടു ഫ്ലോ ദ ഫ്രീ ഇലക്ട്രോൺ ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്നു. ആ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം വെള്ളം പൈപ്പിലൂടെ പുറത്തിട്ടു പോകും. അപ്പോൾ ടാങ്കിലെ വെള്ളത്തിൻ്റെ ആ പ്രഷറിനെയാണ് നമ്മൾ EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഫ്ലോ ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെ നമുക്ക് കറണ്ട് എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ആ വാട്ടർ ടാങ്കിൻ്റെ വെള്ളത്തിന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പ്രഷറാണ് EMF. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പ്രഷർ ഓർ പൊട്ടൻഷ്യൽ. EMFനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ E വെച്ചാണ്. സോ റെപ്രസെൻറ്റഡ് ബൈ E. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വോൾട്ട്. EMFൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക്കൽ ലെവൽ ഡിഫറൻസ് മെഷേർഡ് അക്രോസ് 2 points ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ 2 പോയിൻറ്റിന് എക്രോസ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിലാവുന്ന വ്യത്യാസമാണ് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബാറ്ററി ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ബാറ്ററിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് EMF ഓർ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കുന്നത് കാണാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും EMFനേക്കാൾ അല്പം കുറവായിരിക്കും. അതിനു കാരണം അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസ് ആണ്. ദി സപ്ലൈ വോൾട്ടേജ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സപ്ലൈ വോൾട്ടേജിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V. ക്യാപിറ്റൽ ലെറ്റർ V വെച്ചാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഈസ് വോൾട്ട്.
അടുത്തത് വോൾട്ടേജ്. ഇനി വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ ഫേസ് ആൻഡ് ന്യൂട്രൽ. അതായത് രണ്ട് ലൈൻസിൻ്റെയോ അല്ലെങ്കിൽ ഫേസിൻ്റെയോ ന്യൂട്രലിൻ്റെയോ ഇടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് വോൾട്ടേജ്. യൂണിറ്റ് ഇസ് വോൾട്ട്. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. മെഷേർഡ് യൂസിങ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാറ്. വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ്. എപ്പോഴും ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. നെക്സ്റ്റ് ഈസ് കറൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കറൻറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനി കണ്ടക്ടർ. ഏതൊരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെയാണ് കറൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. യൂണിറ്റ് ഈസ് ആംബിയർ. കറൻറ്റിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. മെഷേർഡ് യൂസിങ് അമ്മീറ്റർ. കറൻറ്റ് മെഷർ ചെയ്യുന്നത് അമ്മീറ്റർ ഉപയോഗിച്ചാണ്. അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ എപ്പോഴും സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യാറ്. മാറിപ്പോവരുത്. അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടുമാണ് കണക്ട് ചെയ്യാറ്. അടുത്തത് റെസിസ്റ്റൻസ്. പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഒപ്പോസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുക അഥവാ എതിക്കുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഓം മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഓം മീറ്ററാണ് ഉപയോഗിക്കാറ്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു ഒരു വാട്ടർ ടാങ്കിൻ്റെ കാര്യം. വാട്ടർ ടാങ്കിൽ നിറയെ വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. ഒരു പൈപ്പിലൂടെ ആ വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്രഷറിനെ നമ്മൾ എന്ത് പറയും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. ആ വെള്ളം പോവാൻ ഇടയാക്കിയ പ്രഷറാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിലൂടെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ കറണ്ട് എന്ന് സൂചിപ്പിച്ചു. ഈ കറണ്ടിൻ്റെ ഒഴുക്കിനെ തടയാൻ നമ്മൾ അതിന് ഇടയിലായിട്ട് ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു വാൾവ് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ വാൾവിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് സൂചിപ്പിക്കാം. അതായത് ആ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ, തടയാൻ വേണ്ടി ഒരു വാൾവ് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ് റെസിസ്റ്റൻസിൻ്റെ ആക്ഷൻ. സോ റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് ടു ഒപ്പോസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്. കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ്. ഇതാണ് ബേസിക് ഇലക്ട്രിക്കൽ ടേംസിനെ കുറിച്ച് പറയാനുള്ളത്. ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ഇത്രയും വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ.